we need your grace and mercy. We need to pray like never before. We need the power of your Holy Spirit to open heaven's door. Spirit, touch your church, stir the hearts of men. Revive us, Lord, with your passion once again. I want to care for others like Jesus cares for me. Let your rain fall upon me. Spirit, touch your church, stir the hearts of men. Revive us, Lord, with your passion once again. I want to care for others like Jesus cares for me. Let your rain fall upon me. Lord, we need your grace and mercy. We need to pray like never before. We need the power of your Holy Spirit to open heaven's door. Spirit, touch your church, stir the hearts of men. Revive us, Lord, with your passion once again. I want to care for others like Jesus cares for me. Let your rain fall upon me. Lord, we humbly come before you. We don't deserve of you what we ask, but we yearn to see your glory. Restore this drying land. Spirit, touch your church, stir the hearts of men. Revive us, Lord, with your passion once again. I want to care for others like Jesus cares for me. Let your rain fall upon me. Hallelujah, hallelujah, hallelujah. Studiക്കുന്നു, ആരാധിക്കുന്നു, hallelujah. Oh യേശുവേ, hallelujah. We thank you, Lord. Hallelujah, 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 hallelujah. Oh Jesus, യേശുവേ, യേശുവേ, യേശുവേ എന്ന നാമത്തിന് മുമ്പിൽ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും. ഓ യേശുവേ, മാത്രം കർത്താവേ, hallelujah. ഓ യേശുവേ, മാത്രം രാജാവ്, അവിടുന്ന് മാത്രം കർത്താവ്, hallelujah. Oh we thank you, Lord, we thank you, Lord, we thank you, Lord, hallelujah. Oh glory, 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 kർത്താവേ, hallelujah. Hallelujah, 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 hallelujah. നന്ദിയോടെ hallelujah. ആരാധിക്കുന്നേ ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നേ ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്നേഹത്തോടെന്നും. ആരാധിക്കുന്നേ ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തുന്നും.
ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നേ ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നേ ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നേ ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. നമ്മെ സർവമറന്ന് തൻ സന്നിധിയിൽ മോദമോടിന്ന്. നമ്മെ സർവമറന്ന് തൻ സന്നിധിയിൽ നന്മയോടിന്ന്. നമ്മെ സർവമറന്ന് തൻ സന്നിധിയിൽ കീർത്തനത്തിനായി ആരാധിക്കാം യേശു കർത്താവിനെ. സർവമറന്ന് തൻ സന്നിധിയിൽ മോദമോടിന്ന്. നമ്മെ സർവമറന്ന് തൻ സന്നിധിയിൽ ധ്യാനമോടിന്ന്. നമ്മെ സർവമറന്ന് തൻ സന്നിധിയിൽ കീർത്തനത്തിനായി ആരാധിക്കാം യേശു കർത്താവിനെ. നീയൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ പൂർണ്ണനാം. നീയൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ഭാഗ്യവാൻ. നീയൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ധന്യനായി ആരാധിക്കാം യേശു കർത്താവിനെ. ആയിത്തീർന്നതാൽ ഞാൻ പൂർണ്ണനാം. നീയൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ഭാഗ്യവാൻ. നീയൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ധന്യനായി ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നേ ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടിന്ന്. ആരാധിക്കുന്നേ ഞങ്ങളോട് നിൻ സന്നിധിയിൽ നന്ദിയോടിന്ന്. ആരാധിക്കുന്നേ ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തുന്നു. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം ഓ യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ. Hallelujah, hallelujah, hallelujah. Hallelujah.
We worship you, Lord. Hallelujah, 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 hallelujah. Hallelujah, hallelujah, hallelujah. യേശുവേ ആരാധന നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രിയനെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. എൻ പ്രിയനെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സർവംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ജെറുസലേം പുത്രിമാരും ചുറ്റും നിന്നൊരാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുവിൻ. ജെറുസലേം പുത്രിമാരും ചുറ്റും നിന്നൊരാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുവിൻ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോട് കൂടെ എന്നെ മാടി വിളിച്ചാൻ. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോട് കൂടെ എന്നെ മാടി വിളിച്ചാൻ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുവിൽ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുവിൽ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ
വത്സല മണ്ണെ പ്രതി മാണിക്യം വെളിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെളിയുകില്ല ഞാൻ പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിരുന്നേ പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിരുന്നേ മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം വെളിയുകില്ല ഞാൻ സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം വെളിയുകില്ല ഞാൻ ഈ 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 മണ്ണെ പ്രതി മാണിക്യം Open the eyes of my heart, Lord. Open the eyes of my heart. I want to see you. I want to see you. Hallelujah. Open the eyes of my heart, Lord. Amen. Open the eyes of my heart. I want to see you. I want to see you. To see you high and lifted up, shining in the light of your glory. Pour out your power and love as we sing holy, holy, holy. To see you high and lifted up, shining in the light of your glory. Jesus. Oh, pour out your power and love as we sing holy, holy, holy. To see you high and lifted up, Jesus. shining in the light of your glory. Jesus, we worship you, Pour Lord. out your power and love as we sing holy, holy, holy. I want to see you. I want to see you. Open the eyes of my heart, Lord. Open the eyes of my heart. I want to see you. I want to see you. Open the eyes of my heart, Lord. Open the eyes of my heart. I want to see you. I want to see you. To see you high and lifted up, shining in the light of your glory. Pour out your power and love as we sing holy, holy, holy. To see you high and lifted up, Hallelujah.
shining in the light of your glory. Pour out your power and love as we sing, holy, holy, holy. And I want to see you. I want to see you. To see you high and lifted up, shining in the light of your glory. Pour out your power and love as we sing, holy, holy, holy. To see you high and lifted up, shining in the light of your glory. Pour out your power and love as we sing, holy, holy, holy. And I want to see you. 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 Oh, I want to see you. I want to see you. We love you, Lord. We praise you. We glorify you. Hallelujah. Hallelujah, 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 hallelujah. Worship you, Jesus. യേശുവേ സ്തോത്രം. Worship you, ഹല്ലേലൂയ. hallelujah. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ. അവർ ഞങ്ങളുടെ പാറയായ ദൈവമാണല്ലോ കർത്താവേ. അവർ ഞങ്ങളുടെ ആശ്രയമാണല്ലോ കർത്താവേ. വനമേഘങ്ങളിൽ വീണ്ടും അവർ ഞങ്ങളുടെ വരുന്ന പാറയും യേശുവേ ഞങ്ങളുടെ നിന്നെ കോട്ടയും ആരാധിക്കുന്നു. ഞങ്ങൾ ആശ്രയിക്കുന്ന ഞങ്ങളുടെ ദൈവവുമാകിയാൽ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഓ യേശുവേ, അവിടുന്ന് സകല രോഗങ്ങളുടെ മേലും സകല ശാപങ്ങളുടെ മേലും ഞങ്ങൾക്ക് ജയം നേടി തന്നവനാണല്ലോ കർത്താവേ. ഓ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ. ഓ യേശുവേ, അവർ ഞങ്ങളുടെ പാറയാകുന്ന ദൈവമാണല്ലോ, അവർ ഞങ്ങളുടെ കോട്ടയാകുന്ന ദൈവമാണല്ലോ. ഓ ഞങ്ങളുടെ ആശ്രയമാകുന്നുവല്ലോ കർത്താവേ അവിടുന്ന്. ഓ യേശുവേ, ഓ ജീസസ്, ഓ ഹല്ലേലൂയ ലോർഡ്. ഓ നിന്നിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും നിൽക്കുന്ന സീയോൻ പർവ്വതം പോലെ എന്നാണല്ലോ കർത്താവേ. ഹല്ലേലൂയ. ഓ യേശുവേ, നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു കർത്താവേ. ഓ ജീസസ്, you are our fortress, Lord. Hallelujah, Lord. We worship you, Lord Father. Oh, we thank you, Lord. We honor you, Lord Jesus. Hallelujah, Oh, we hallelujah. lift up your holy name, Lord. Oh, Jesus, thank you, Lord. Hallelujah, Thank you, Lord hallelujah, Jesus. hallelujah. Thank you, Lord. Hallelujah, യേശുവേ, Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, Praise you, ഹല്ലേലൂയ. Father. We praise you, Lord. നന്ദിയോടെ, നന്ദിയോടെ സ്തുതിക്കുന്നു. भंवर के बीच में तू कहता है थम जा, तू मेरी ताकत है, तू ही मेरा ईमान। भंवर के बीच में तू कहता है थम जा, तू मेरी ताकत है, तू ही मेरा ईमान। बीत कल में तू साथ मेरे था, आज भी मेरे साथ है खड़ा, आने वाले कल में भी होगा। उठते हुए तूफानों में तू ही मेरी चट्टान, Amen. बढ़ती हुई लहरों पे तेरे कदमों के निशान। उठते हुए राजा, तूफानों oh में Jesus, मेरी चट्टान, Amen. बढ़ती हुई लहरों पे तेरे कदमों के निशान। बीमारियों में तू कहता है उठ जा, यहोवा राफा, तू ही मेरी शिफा। बीमारियों में
तू कहता है उठ जा यहोवा राफा, तू ही मेरी शिफा। बीते कल में तू साथ मेरे था, आज भी मेरे साथ है खड़ा। आने वाले कल में भी होगा। उठते हुए तूफानों में तू ही मेरी चट्टान, बढ़ते हुए लहरों पे तेरे कदमों के निशान। उठते हुए तूफानों में तू ही मेरी चट्टान, बढ़ते हुए लहरों पे तेरे कदमों के निशान। बीमारी देख तेरा सर झुका, मुझ पर तेरा बस न चल सका। ऐसा कोई शस्त्र ना बना जो कर सकेगा मेरा सामना। बीमारी देख तेरा सर झुका, मुझ पर तेरा बस ना चल सका। ऐसा कोई शस्त्र ना बना जो कर सकेगा मेरा सामना। उठते हुए तूफानों में तू ही मेरी चट्टान, बढ़ती हुई लहरों पे तेरे कदमों के निशान। उठते எழும்பி வரும் புயல்களிலே நீரே என் தன் கண்மலை பொங்கி வரும் அலைகள் மேலே உன் பாதத்தின் சுவடுகளே எழும்பி வரும் புயல்களிலே கண்மலை பொங்கி வரும் அலைகள் மேலே உம் பாதத்தின் சுவடுகளே எழும்பி வரும் புயல்களிலே கண்மலை பொங்கி வரும் அலைகள் மேலே பாதத்தின் சுவடுகளே. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി ഈ ആരാധനയിലേക്കും വചനപ്രഘോഷണത്തിലേക്കും യേശുവിൻ്റെ നാമത്തിൽ ക്ഷണിക്കുകയാണ്. നമ്മൾ കുറച്ച് നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മളെ ഒന്ന് ഒരുക്കാനാണ്. കാരണം യേശുക്രിസ്തു തൻ്റെ രണ്ടാമത്തെ വരവ് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന അടയാളങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതേക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വിഷയം അതിനോട് തന്നെ ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇന്നത്തെ വിഷയം
എനിക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനും വളരെ ബുദ്ധിമുട്ടാണ്, കേൾക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ അതിലും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ ആഴ്ചകളിലൂടെയൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കേട്ട വചനപ്രകാരം സ്വയം പരിശോധിച്ച് തിരുത്തേണ്ടതൊക്കെ തിരുത്തിയിട്ടുണ്ടെങ്കിൽ, യേശുക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ, വചനത്തിലാണ് ജീവിക്കുന്നെങ്കിൽ ഈ കേൾക്കാൻ പോകുന്നത് ഒരു വെളിപാടായി മാറും. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വെറുതെ ഒരു ബുദ്ധിയിലൊരു അറിവെന്ന മാത്രമായിരിക്കും. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. എനിക്ക് പറ്റുകയില്ലാഞ്ഞിട്ടല്ല, ആരെയും സ്പർശിക്കാതെ ആർക്കും മുറിവേൽക്കാതെ, എന്നാൽ സത്യം പറഞ്ഞ് ആ സത്യം കേൾക്കുമ്പം നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. ഇതെന്താണ്, ആരാണ്, എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകണം. ഞാൻ എൻ്റെ നാവ് കൊണ്ട് ഇന്നതാണ്, ഇന്ന ആളാണ് എന്നൊന്നും ഞാൻ പറയുകയില്ല, ഇന്ന 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 സഭയാണ് ഒന്നും ഞാൻ പറയത്തില്ല. പക്ഷേ വചനമറിയാമെങ്കിൽ, സഭാ ചരിത്രം അറിയാമെങ്കിൽ, അതുകൂടാതെ ഇന്ന് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ടെലിവിഷനിലൂടെ കാണാം, ന്യൂസ് പേപ്പറിലൂടെ കാണാം. ഈ 3 കാര്യങ്ങളും കൂടെ ഒന്നിച്ച് വരുമ്പം യേശു 2000 ചില്ലുവാനും വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുക. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വചനത്തിൽ നിന്ന് ചില അടയാളങ്ങൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണിച്ചു തരത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ തുറന്ന മനസ്സും ഒക്കെ വളരെ ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആത്മീയ കാര്യങ്ങൾ കേൾക്കുമ്പം, ഈ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഒരു വിവേചന വരം വേണം. ഇംഗ്ലീഷിൽ പറഞ്ഞ ദ ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെൻറ്റ്. നമ്മളോട് സംസാരിക്കുന്ന 3 സ്വരങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഒന്ന്, നമ്മളുടെ തന്നെ ഒരു സ്വരമുണ്ട്. നമ്മളുടേതായ ബോധ്യങ്ങളും നമ്മുടേതായ ആഗ്രഹങ്ങളും ഒക്കെ വെച്ച് നമുക്ക് ചില ബോധ്യങ്ങളുള്ളത് നമ്മളോട് സംസാരിക്കും. അത് നമ്മുടെ സ്വരമാണ്. രണ്ടാമത്, പിശാച് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. മൂന്നാമത്, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കേൾക്കുമ്പം ഇത് പരിശുദ്ധാത്മാവാണോ അതോ പിശാചാണോ അതോ ഈ മനുഷ്യൻ്റെ സ്വരമാണോ, ഇപ്പോൾ പ്രസംഗിക്കുന്ന ഈ ആളുടെ സ്വന്തം താല്പര്യമാണോ, സ്വന്തം വ്യാഖ്യാനമാണോ, ഇതൊക്കെ വിവേചിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വരമാണ് വിവേചന വരം, ദ ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെൻറ്റ്. അപ്പോൾ ആ ഡിസേൺമെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ യേശുക്രിസ്തുവുമായിട്ട് അഭേദ്യമായ ആ സ്നേഹബന്ധത്തിൽ തുടർന്നവർക്ക് സാധിക്കത്തുള്ളൂ. അല്ലാതെ വെറുതെ യേശുക്രിസ്തുവിനെ ഞാൻ എൻ്റെ കർത്താവായിട്ടും എൻ്റെ രക്ഷകനായിട്ടും സ്വീകരിച്ചിട്ടുണ്ട്, ഞാൻ വല്ലപ്പോഴൊക്കെ ഒന്ന് കർത്താവിനെ സ്തുതിക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, സഭയിൽ പോകുന്നുണ്ട്, ഇതുകൊണ്ടൊന്നും കിട്ടുകയില്ല. അതുപോലെ നമ്മൾ ആ അഭേദ്യമായ യേശുവുമായിട്ടുള്ള സ്നേഹബന്ധം വേണം, എങ്കിലേ അത് വെളിപ്പെടുത്തി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു നീണ്ട വായന വായിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തുടരാൻ പോകുന്നത്. നമുക്കതുകൊണ്ട് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിങ്ങൾക്ക് ബൈബിളുണ്ടെങ്കിൽ എടുക്കുക, നിങ്ങളും കൂടെ അത് നോക്കി വായിക്കുന്നതല്ല, ഇവർ വായിച്ച് കേൾപ്പിക്കുമ്പം വെളിപാടിൻ്റെ 17-ാം അധ്യായം 1 തൊട്ട് 18 വരെ വായിക്കാൻ പോവുക. കേൾക്കുക, ബൈബിളിൽ നോക്കുക. ഓക്കെ. 7 പാത്രങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, വരിക, സമുദ്രങ്ങളുടെ മേൽ ഉപവിഷ്ടയായിരിക്കുന്ന മഹാവേശ്യയുടെ മേലുള്ള ശിക്ഷാവിധി നിനക്ക് ഞാൻ കാണിച്ചു തരാം. അവളോടുകൂടെ ഭൂമിയിലെ രാജാക്കന്മാർ വ്യഭിചാരം ചെയ്തു. അവളുടെ ദുർവൃത്തരുടെ വീഞ്ഞ് കുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി. ആ ദൂതൻ ആത്മാവിൽ എന്നെ മരുഭൂമിയിലേക്ക് നയിച്ചു. ദൈവദൂഷണപരമായ നാമങ്ങൾ നിറഞ്ഞതും 7 തലയും 10 കൊമ്പും കടും ചുവപ്പ് നിറമുള്ളതുമായ ഒരു മൃഗത്തിൻ്റെ മേൽ ഇരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമ്രവും കടും ചുവപ്പും നിറമുള്ളതുമായ വസ്ത്രം ധരിച്ചിരിക്കുന്നു. സ്വർണവും വിലപിടിച്ച രത്നങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കൃതമായിരുന്നു.
വേശ്യാവൃത്തിയുടെ അശുദ്ധികളും മ്ലേച്ഛതകളും കൊണ്ട് നിറഞ്ഞ ഒരു പൊൻ ചഷകം അവളുടെ കയ്യിലുണ്ടായിരുന്നു. അവളുടെ നെറ്റിത്തടത്തിൽ ഒരു നിഗൂഢ നാമം എഴുതപ്പെട്ടിരുന്നു: മഹാബാബിലോൺ, വേശ്യകളുടെയും ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ്. ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിൻ്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തരായി ലഹരി പിടിച്ചിരിക്കുന്നതും ഞാൻ കണ്ടു. അവളെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപരതന്ത്രനായി. അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു, നീ എന്തുകൊണ്ട് വിസ്മയിക്കുന്നു? ആ സ്ത്രീയുടെയും അവളെ വഹിക്കുന്ന 7 തലയും 10 കൊമ്പുമുള്ള മൃഗത്തിൻ്റെയും രഹസ്യം ഞാൻ നിന്നോട് പറയാം. നീ കണ്ട ആ മൃഗം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇല്ല. അത് പാതാളത്തിൽ നിന്ന് കയറി വന്നു നാശത്തിലേക്ക് പോകും. ലോകസ്ഥാപനം മുതൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിപ്പെട്ടിട്ടില്ലാത്ത ഭൂവാസികൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും വരാനിരിക്കുന്നതുമായ ആ മൃഗത്തെ നോക്കി വിസ്മയിക്കും. ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിൻ്റെ ആവശ്യം. 7 തല ആ സ്ത്രീ ഉപവിഷ്ടയായിരിക്കുന്ന 7 മലകളാണ്. അവ 7 രാജാക്കന്മാരുമാണ്. 5 പേർ വീണുപോയി, ഒരാൾ ഇപ്പോഴുണ്ട്, മറ്റൊരാൾ ഇനിയും വന്നിട്ടില്ല. അവൻ വരുമ്പോൾ ചുരുങ്ങിയ കാലത്തേക്ക് ഇവിടെ വസിക്കുകയുള്ളൂ. ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ മൃഗം 8ാമത്തേതും 7ൽ പെട്ടതുമാണ്. അത് നാശത്തിലേക്ക് പോകുന്നു. നീ കണ്ട 10 കൊമ്പുള്ള 10 രാജാക്കന്മാരാണ്. അവർ ഇനിയും രാജ്യത്വം സ്വീകരിച്ചിട്ടില്ല. എന്നാൽ 1 മണിക്കൂർ നേരത്തേക്ക് മൃഗത്തോടൊത്ത് രാജാക്കന്മാരുടെ അധികാരം സ്വീകരിക്കേണ്ടവരാണ് അവർ. അവർക്ക് ഒരേ മനസ്സുള്ളതാണ്. തങ്ങളുടെ ശക്തിയും അധികാരവും അവർ മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും. കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും. എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശുദ്ധരുമാണ്. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, വേശ്യയിരിക്കുന്നതായി നീ കാണുന്ന ജലപ്പരപ്പ് ജനതകളും ജനസമൂഹങ്ങളും രാജ്യങ്ങളും ഭാഷകളുമാണ്. നീ കാണുന്ന 10 കൊമ്പുകളും മൃഗവും ആ വേശ്യയെ വെറുക്കും. അവളെ പരിത്യക്തയും നഗ്നയുമാക്കും. അവളുടെ മാംസം ഭക്ഷിക്കുകയും അവളെ അഗ്നിയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. എന്തെന്നാൽ ദൈവത്തിൻ്റെ വചനം പൂർത്തിയാകുവോളം അവിടുത്തെ ഉദ്ദേശം നടപ്പാക്കുന്നതിനും ഏക മനസ്സോടെ മൃഗത്തിന് തങ്ങളുടെ രാജ്യത്വം നൽകുന്നതിനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. നീ കാണുന്ന ആ സ്ത്രീ ഭൂമിയിലെ രാജാക്കന്മാരുടെ മേൽ അധീശത്വമുള്ള മഹാനഗരമാണ്. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു നീണ്ട വായന കേട്ടു. ഞാൻ പറയും നിങ്ങളോട്, ഇത് വീണ്ടും വീണ്ടും നിങ്ങൾ വായിക്കണം. ഇത് ഈ ടോക്ക് കേട്ട് കഴിഞ്ഞാലും വായിച്ചു നോക്കണം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, അനേകർക്ക് അവരുടെ ചിന്തയിൽ കൂടി പോകാത്തതായിരിക്കണം. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന് സമയമില്ല. അത് നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് കുറിച്ചു വെക്കുക. ദൈവത്തിന് സമയമില്ല. അതായത് ദൈവം നിത്യതയിലാണ്. നിത്യതയിലെ സമയമില്ല. നമ്മൾ ഈ ഭൂമിയിലുള്ളവർക്കാണ് ഈ സമയം. 7 മണി 8 മണി 9 മണി, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി എന്നൊക്കെ നമുക്കാണ്. നിത്യതയിൽ ആ സമയമില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാളാണ്. അപ്പോൾ നമ്മൾ ഈ വായിച്ച് കേട്ടത് ഇത് പണ്ടെങ്ങാണ്ട് നടന്ന കാര്യമല്ല. ചിലതൊക്കെ നടന്നു കഴിഞ്ഞിരിക്കുന്നു, ചിലതിനി നടക്കാനുമുണ്ട്, ചിലതിപ്പം നടന്നുകൊണ്ടിരിക്കുകയും കൂടെയാണ്. എന്നാൽ നടന്നു കഴിഞ്ഞതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇന്ന് നടക്കാൻ പോകുന്നതും ദൈവത്തെ സംബന്ധിച്ച് ഇന്ന് തന്നെയാണ്. ഇതാദ്യം മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇത് മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു വേശ്യയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ വേശ്യ, എനിക്കൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞല്ല, ഇത് മലയാളത്തിൽ പറയാൻ പറ്റത്തുള്ളൂ. ആ വേശ്യയെ വിളിക്കുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ ദ വോർ.
ആ വോറ്, ആ വേശി ഈസ് അസോഷിയേറ്റഡ് വിത്ത് എ സ്കാർലറ്റ് ബീസ്റ്റ്. അപ്പം ഒരു മൃഗത്തെക്കുറിച്ച് പറയുകയാണ്. സ്കാർലറ്റ് എന്നുള്ളതിൻ്റെ മലയാളം എനിക്ക് അറിഞ്ഞുകൂടാ. ആ പേർപ്പിൾ കളറാണോ എനിക്കറിയത്തില്ല. അപ്പോൾ ആ സ്കാർലറ്റ് ബീസ്റ്റുമായിട്ട് ഒരു വലിയ കണക്ഷനുണ്ട്. ആ കണക്ഷന് ഒരു 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 നശിപ്പിക്കാൻ പോകുന്ന ഒരു നാശകരമായ ഒരു രാജ്യത്തിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വോറ് അല്ലെങ്കിൽ വേശി എന്ന വാക്ക് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത് ആകപ്പാടെ വേശി എന്നൊക്കെ പറയുന്നത് ശാരീരികമായിട്ട് വേശ്യാവൃത്തി ചെയ്യുന്നവരാണ്. അതാണ് നമ്മുടെ മനസ്സിൽ. പക്ഷേ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ വേശി എന്ന് പറയുമ്പോൾ സത്യദൈവത്തെ അല്ലാതെ മനുഷ്യനായിട്ട് സൃഷ്ടിക്കപ്പെട്ട ചില വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതാണ്. അപ്പം വിഗ്രഹാരാധന നടത്തുന്നവർ യേശുവാകുന്ന സത്യദൈവത്തെ ആരാധിക്കാതെ, പ്രഘോഷിക്കാതെ, ആ യേശുവുമായിട്ടൊരു ബന്ധമില്ലാതെ, അവരുടെ അറിവില്ലായ്മ കൊണ്ട് ക്രിസ്ത്യാനികൾ പോലും ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളെയൊക്കെ വെച്ച് ആരാധിക്കുന്നത് ആത്മീയമായ വ്യഭിചാരമാണത്. അതുകൊണ്ടാണ് ഈ വേശ്യയുടെ നാശം നേരത്തെ പ്രവചിച്ചിട്ടുണ്ട്. ആ പ്രവചനം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് ഈ 7 തലയും 10 കൊമ്പുമുള്ള മൃഗത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഈ നാശം വരാൻ പോകുന്നത്. അതാണ് നമ്മൾ ഈ വെളിപാട് 17 നിങ്ങൾ ഇതുവരെ വായിച്ച് കേട്ട ഓരോ കാര്യങ്ങളും, ഓരോ പോയിന്റ് നിങ്ങൾ വായിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. എന്നാൽ അതിൻ്റെ കൂടെ മറ്റൊരു സ്ത്രീയുടെ കാര്യം പറയുന്നുണ്ട്. ഈ വെളിപാട് 17 കണ്ട, ഇപ്പോൾ കേട്ട ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു സ്ത്രീയെ വെളിപാടിലെ 12 നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതൊന്ന് വായിക്കാം. വെളിപാട് 12. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ, അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോടും പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോട് കൂടി അവൻ്റെ ദൂതന്മാരും എറിയപ്പെട്ടു. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപ്പകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. ജീവൻ നൽകാനും അവർ തയ്യാറായി. അതിനാൽ സ്വർഗമേ, അതിൽ അധിവസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം.
ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു. സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകൻ്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു. സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം തൻ്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. എന്നാൽ ഭൂമി അവളെ സഹായിച്ചു. അത് വായ് തുറന്ന് സർപ്പം വായിൽ നിന്ന് ഒഴുക്കിയ നദിയെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ച് ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. ആമേൻ. ഇവിടെ നമ്മൾ മറ്റൊരു സ്ത്രീയെക്കുറിച്ചാണ് കേൾക്കുക. ഈ സ്ത്രീയെ വെള്ള വസ്ത്രം ധരിച്ച് ചന്ദ്രൻ്റെ മേൽ നിൽക്കുന്ന, തലയിൽ ഒരു കിരീടവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്ത്രീയെ വ്യഭിചാരിയായിട്ട്, ഒരു വേശ്യയായിട്ട് ചിത്രീകരിക്കപ്പെടുമ്പം ഇവിടെ ഒരു നല്ല രീതിയിലാണ് ഈ സ്ത്രീ അവതരിപ്പിക്കുക. ഇനിയും ഈ 2 സ്ത്രീകൾ ആരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ പൗലോസ്ലീഹ പലപ്പോഴും സഭയെക്കുറിച്ച് സംസാരിക്കുമ്പം ഒരു സ്ത്രീയായിട്ടാണ് സംസാരിക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പറയുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യ ശരീരമുള്ള ഒരു സ്ത്രീയുടെ കാര്യമല്ല. അവിടെ സ്ത്രീ എന്ന് പറയുന്നത് ഒരു സഭയെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ 2 തരം സഭകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം കേട്ടത് വെളിപാട് 17 1 തൊട്ട് 18 വരെ വായിച്ചപ്പോൾ ആ സ്ത്രീയെ വ്യഭിചാരം ചെയ്യുന്നതാണ്, അവിശ്വസ്ത കാണിക്കുന്നതാണ്, വിഗ്രഹാരാധന ഉള്ളതാണ് എന്ന് പറയുമ്പോൾ അതൊരു സഭയെക്കുറിച്ചാണ് പറയുക. എന്നാൽ ഇപ്പം കേട്ട വെളിപാട് 12 പറയുന്ന സ്ത്രീ അങ്ങനെയല്ല. ആ സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ അത് ഒരു പുത്രന് ജന്മം കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് പേര് ചിന്തിക്കും മറിയത്തിൻ്റെ കാര്യമാണ്. ശരിയാ, മറിയമാണ് യേശുവിനെ പ്രസവിച്ചത്. എന്നാൽ അതിനൊക്കെ ഉപരിയായിട്ടൊരു അർത്ഥമുണ്ട്. അവിടെ ഒരു സ്ത്രീയാണ് യേശു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അത് പറഞ്ഞിട്ടുണ്ട്. മറിയം യേശുവിനെ പ്രസവിച്ചതുപോലെ ഇന്ന് ഞാനും നിങ്ങളുമാകുന്ന ക്രിസ്ത്യാനികൾ വചനത്തിൽ ജീവിക്കുമ്പോൾ ആ വചനം നമ്മളിൽ മാംസം ധരിച്ച് നമ്മളിൽ യേശു രൂപാന്തരപ്പെട്ട് നമ്മൾ ആ യേശുവിനെ പ്രസംഗിക്കുമ്പം നമ്മളും ആ യേശുവിനെ പ്രസവിക്കുന്നത് പോലെയാണ്. അപ്പം അങ്ങനെ യേശുവിനെ അതുപോലെ പ്രഘോഷിക്കുന്ന ഒരു സഭയുണ്ട്, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സഭയുണ്ട്. ആ സഭയെ ഈ പിശാച് പീഡിപ്പിക്കുന്ന കാര്യമാണ് ഈ വെളിപാട് 12. അപ്പോൾ വെളിപാട് 12 കാണുന്ന സ്ത്രീ യഥാർത്ഥമായിട്ടുള്ള യേശു സ്ഥാപിച്ച യഥാർത്ഥ സഭയാണ്. എന്നാൽ വെളിപാട് 17 കാണുന്നത് ആ സഭയിൽ നിന്നും വ്യത്യസ്തമായിട്ട് വിശ്വാസത്തിൽ നിന്നും പോയിട്ട് വചനപ്രകാരമല്ലാതെ വചനത്തിനെതിരായിട്ട് ജീവിക്കുന്ന ഒരു വേശ്യാവൃത്തിയെ ചെയ്യുന്ന ഒരു സ്ത്രീയെപ്പോലെ ഉള്ള ഒരു സഭയുടെ കാര്യമാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പം മനസ്സിലാക്കേണ്ടത് വെളിപാട് 17 ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ വുമൺ ഓൺ ദ സ്കാർലറ്റ് ബീസ്റ്റ്, അതിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് ദ അപ്പോസ്റ്റേറ്റ് ചർച്ച് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ നിന്നും, യഥാർത്ഥമായ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ച് വീണുപോയ സഭ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ ബൈബിള് മാത്രം പഠിച്ചാൽ പോരാ. ഈ 2000-3000 വർഷം മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങൾ ചരിത്രത്തിലുണ്ട്, സഭാചരിത്രത്തിലുണ്ട്.
ആ സഭാ ചരിത്രം കൂടെ വായിച്ചാൽ മനസ്സിലാക്കും ഈ സഭയ്ക്ക് ഇതിനൊക്കെ മുമ്പുണ്ടായിരുന്ന ഒരു ബാബിലോൺ എന്ന ഒരു സംഗതിയുണ്ട്. ഈ ബാബിലോണിൻ്റെ എല്ലാ സ്വഭാവങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ബാബിലോണിയൻ സഭയാണ്. എന്ന് പറഞ്ഞാൽ ബാബിലോണിയൻ സഭ എന്ന് പറയുമ്പോൾ ബാബിലോണിൽ എന്ന സ്ഥലത്തുള്ളതല്ല, ബാബിലോണിൻ്റെ അതേ സ്വഭാവങ്ങൾ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ സ്പിരിറ്റ് ഓഫ് ബാബിലോൺ എന്ന് പറയാം. ഇപ്പം നമ്മളിലൊക്കെ പല പല തിന്മകളുണ്ട്, അല്ലെങ്കിൽ തിന്മകൾ നമ്മളെ പോരാടിക്കൊണ്ടിരിക്കുക. ദ സ്പിരിറ്റ് ഓഫ് ചിലർക്ക് മദ്യപാനത്തിൻ്റെ അടിമയാണ്. അപ്പോൾ പറയാം ദ സ്പിരിറ്റ് ഓഫ് ആൽക്കഹോൾ. ആ സ്പിരിറ്റ് ഓഫ് ആൽക്കഹോൾ അവരെ കീഴടക്കിയിരിക്കുന്നതുകൊണ്ട് എത്ര വിചാരിച്ചാലും കുടി നിർത്താൻ പറ്റുകയില്ല. അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് അഡൾട്ടറി, ഒരു പ്രാവശ്യം അല്ല, ഇതാ ഒരു സ്പിരിറ്റ് ഇങ്ങനെ അവരെ കൊണ്ട് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു സ്പിരിറ്റിൻ്റെ അടിമയാണ് എന്ന് പറഞ്ഞ പോലെ ബാബിലോണിൽ ഒരു സ്ഥലമാണെങ്കിലും ആ ബാബിലോണിൽ യേശുവിൻ്റെ ഒക്കെ വരവിന് മുമ്പുണ്ടായിരുന്ന ഒരു പ്രത്യേകമായ ഒരു സ്പിരിറ്റുണ്ട്. ഇന്ന് ഞാൻ കാഞ്ഞിരപ്പള്ളിയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും എന്നിൽ ആ ബാബിലോണിൻ്റെ സ്പിരിറ്റ് കാണാം. ആ ബാബിലോൺ സ്പിരിറ്റിലായിരിക്കും എന്നെ കീഴടക്കിയിരിക്കുന്നത്. അത് ഞാൻ ചിലപ്പോൾ അറിയുന്നില്ല. ആ രീതിയിൽ വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കാണുന്ന 10,000-30,000 40,000 സഭകളുണ്ടെന്ന് പറയുന്നു. ഇതിലേത് സഭയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ പറയുന്നുമില്ല. നിങ്ങളായിരിക്കുന്ന സഭയിൽ സഭയുടെ പ്രത്യേകതകൾ എന്താണെന്ന് മനസ്സിലാക്കിയാലേ അത് യഥാർത്ഥത്തിൽ കർത്താവ് സ്ഥാപിച്ച സഭയാണോ അതോ ഈ ബാബിലോണിൻ്റെ സ്വഭാവമുള്ള സഭയാണോ എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. അതിന് വചനം അറിയണം, സഭാ ചരിത്രം അറിയണം. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ബൈബിളിൽ 1000 വർഷങ്ങൾ മുമ്പ് പ്രവചിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നതായിട്ട് ടെലിവിഷനിൽ കാണാം, ന്യൂസ് പേപ്പറിൽ വായിക്കാം. എനിക്കിങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ടെലിവിഷനും കാണുന്നില്ല, പത്രവും വായിക്കുന്നില്ല, ബൈബിളും വായിക്കുന്നില്ലെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കർത്താവ് തന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് എന്തെങ്കിലുമൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണ്ടേ. അപ്പം നമ്മൾ ഈ ബാബിലോണിയൻ സഭയുടെ കാര്യം അതേക്കുറിച്ച് ആലോചിക്കുമ്പം ഈ ദ വുമൺ ഓൺ ദ ബീസ്റ്റ് അതാരാണ്? ഈ സ്ത്രീ ആരാണ് ഈ ഒരു മൃഗത്തിൻ്റെ മേൽ സവാരി ചെയ്യുന്നത്? എ വുമൺ റൈഡിങ്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എ വുമൺ റൈഡിങ് ഓൺ ദ ബീസ്റ്റ്, എ സ്കാർലറ്റ് വുമൺ റൈഡിങ് ഓൺ എ സ്കാർലറ്റ് ബീസ്റ്റ്. അത് പറയുമ്പോൾ ആദ്യമായിട്ട് ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളെക്കുറിച്ച് വളരെ ആകാംക്ഷയോടെ സത്യം അറിയാതെ പോകരുത് എന്നുള്ള ആഗ്രഹത്തിൽ ആത്മാർത്ഥമായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ആ സത്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ഏതെങ്കിലും പ്രത്യേകമായ വ്യക്തികളെയോ സഭയോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഏതാണ്, ഒരുപക്ഷേ ഒരു വ്യക്തി തന്നെയായിരിക്കാം. ഇപ്പം ഞാനാകുന്ന വ്യക്തി യഥാർത്ഥമായ സഭയുടെ സ്വഭാവങ്ങൾ എന്നിൽ കാണുന്നില്ലെങ്കിൽ, യഥാർത്ഥമായ സഭയുടെ സ്വഭാവങ്ങൾ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു, ഒരിക്കൽ കൂടി പറയുകയാണ്, യഥാർത്ഥമായ സഭയിലാണ് ഞാനെങ്കിൽ, ഓരോരുത്തരും ചിന്തിക്കുക, ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, അതുപോലെ നിങ്ങൾ ചിന്തിക്കുക, യഥാർത്ഥമായ സഭയിലാണ് ഞാനെങ്കിൽ ഞാൻ വ്യക്തിപരമായിട്ട് യേശുവിനെ അറിഞ്ഞവരാണ്. യേശുവിനെ കുറിച്ചുള്ള അറിവല്ല, യേശുവിനെ ഞാൻ വ്യക്തിപരമായിട്ട് അറിഞ്ഞു, കണ്ടുമുട്ടി. ഞാനും യേശുവും തമ്മിലൊരു സ്നേഹബന്ധമുണ്ട്. ഞങ്ങൾ തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. ഇനി സ്വരം കേൾക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം നമ്മൾ വായിക്കുമ്പോൾ യേശു നമ്മളോട് സംസാരിക്കുകയാണ്. അങ്ങനെ യേശുവുമായിട്ടാണ് നമ്മുടെ ജീവിതം മുഴുവനും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭക്ഷിക്കണം, വസ്ത്രം ധരിക്കണം, താമസിക്കണം, ജോലി ചെയ്യണം, ഇതെല്ലാം ആവശ്യമാണ്. അതെല്ലാം
വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എന്തു ഭക്ഷിക്കാം, എന്ത് കുടിക്കാം, ഞാൻ എങ്ങനെ വസ്ത്രം ധരിക്കണം, ഇതെല്ലാം ഉണ്ട്. ഇപ്പം നമ്മൾ ഇന്നത്തെ കാലത്തെ വസ്ത്രധാരണം നോക്കിയാൽ ദൂരെ നിന്ന് നോക്കിയാൽ ഇത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് അറിയത്തില്ല. പണ്ടൊക്കെ സ്ത്രീകളെ കണ്ടാൽ പ്രത്യേകം അറിയാം. ഞാനൊക്കെ ചെറുപ്പകാലത്ത് സ്ത്രീകളെ കണ്ടാൽ പ്രത്യേകം അറിയാം. ഞങ്ങളുടെ കേരളത്തിൽ ചട്ടയും മുണ്ടുമാണ് എൻ്റെ അമ്മച്ചിയും. അപ്പോൾ നമുക്ക് ദൂരേന്ന് കാണുമ്പോൾ അറിയാം. പുരുഷന്മാരെ കണ്ടാൽ ഷർട്ടും മുണ്ടുമൊക്കെ കാണുമ്പോൾ അറിയാം പുരുഷനാണെന്ന്. മുടിയൊക്കെ വെട്ടി നല്ല ട്രിം അടിച്ച് മുടിയൊക്കെ വെട്ടിയതാണ്. പെണ്ണുങ്ങളുടെ മുടിയാണെങ്കിൽ നല്ല നീണ്ട് കിടക്കും. അപ്പോൾ നമുക്ക് ദൂരെ കാണുമ്പോൾ അറിയാം. ഇതിപ്പോൾ പെണ്ണുങ്ങളും മുടി വെട്ടുന്നു, ആണുങ്ങളും മുടി വളർത്തുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളും ഇപ്പം ധരിക്കുന്ന വസ്ത്രം എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാ ഷർട്ടും പാൻറ്റുമാണ്, ജീൻസും ഒക്കെയാണ്. ഇപ്പോൾ ഇത് ഏതാണ് പെണ്ണ് ഏതാണ് ആണ് ആർക്കറിയാം. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞത് എല്ലാം വചനപ്രകാരം നോക്കുമ്പം പ്രത്യേകം പറഞ്ഞുകൊണ്ട് സ്ത്രീ പുരുഷൻ്റെ വേഷം ധരിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വചനത്തിൽ. ഇതെല്ലാം വായിക്കാനും കാണിക്കാനും എനിക്ക് നേരമില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ, അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് ആരെയും പറയുന്നില്ല. ഓരോരുത്തരും ചിന്തിക്കണം, സഭയുടെ സ്വഭാവങ്ങൾ എല്ലുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം ഞാനും യേശുവും തമ്മിൽ വ്യക്തിപരമായ ഒരു സ്നേഹബന്ധമുണ്ട്. എനിക്ക് യേശുവാണ് എൻ്റെ എല്ലാം. ഞാൻ ജീവിക്കുന്നതിൻ്റെ ഉദ്ദേശം, ഞാൻ ഇന്ന് ജീവിക്കുന്ന ഉദ്ദേശം, ഞാൻ എൻ്റെ ശരീരത്തെ കാത്തു പരിപാലിക്കുന്നു. ഞാൻ കാരണം അനാവശ്യമായിട്ട് ദൂർത്തടിച്ച് ഭക്ഷണം, ഒരുപാട് ആവശ്യമില്ലാത്ത ഭക്ഷണവും മദ്യവും കഴിച്ച് എൻ്റെ ശരീരത്തെ നശിപ്പിച്ച്, ഇനി കഞ്ചാവ് വലിച്ചും പുക വലിച്ചും ഒക്കെ എൻ്റെ മേൽ ഞാൻ രോഗം വരുത്താനായിട്ട്, ഈ ശരീരം എൻ്റേതല്ല. വചനം പറയുന്നു, യേശു ക്രിസ്തു അവൻ്റെ രക്തത്താൽ എന്നെ വിലയ്ക്ക് മേടിച്ചതാണ്. നീ നിൻ്റെ സ്വന്തമല്ല, നീ യേശുവിൻ്റെയാണ്. അപ്പോൾ എൻ്റെ ശരീരം ശിരസ് മുതൽ പാദം വരെ എൻ്റേതല്ല, അത് യേശുവിൻ്റെയാണ്. അത് എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് യേശുവിന് ഈ ശരീരം കൊണ്ട് ആവശ്യമുണ്ട്. ഞാനിവിടെ നിൽക്കുന്നത് യേശുവിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് യഥാർത്ഥ സഭയിലുള്ളവർ ജീവിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. അപ്പം എൻ്റെ ആത്മാർത്ഥമായ ഉദ്ദേശം, നിങ്ങൾക്ക് യഥാർത്ഥമായ സത്യം വെളിപ്പെട്ട് കിട്ടണം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യോഹന്നാൻ 8:32 നമ്മൾ വായിച്ച് കേട്ടതാണ് പല പ്രാവശ്യം. ഒന്നുകൂടെ വായിക്കാം. യോഹന്നാൻ 8:32. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പോൾ യേശു എന്തുകൊണ്ടാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് പറയാൻ കാര്യം? യേശു നോക്കുമ്പോൾ നമ്മൾ സ്വതന്ത്രരല്ല. എന്നാൽ ആത്മീയ അന്ധതയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു. ആത്മീയ അന്ധതയുള്ളവനോർക്കും ഞാൻ എന്നാ സ്വതന്ത്രനാകാനാ? ഇത് പണ്ട് യേശു പ്രസംഗിച്ചപ്പം കേട്ടിരുന്നവർ ചോദിച്ചു, ഇവൻ പറയുന്നത് ഞങ്ങൾ സ്വതന്ത്രരാകണമെന്ന്. ഞങ്ങളതിന് ആരുടെ അടിമയല്ലല്ലോ, ഞങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളല്ലേ. അവനും പാരമ്പര്യം പറയാം, ഞങ്ങൾ അബ്രാഹത്തിൽ നിന്ന് വന്നു പറയാം, ഞങ്ങൾക്ക് എന്നാ അടിമത്തം. അപ്പം അവർ അടിമകളാണെന്ന് അവർക്കറിയത്തില്ല. ഇനി അടിമയാണെങ്കിൽ തന്നെ എന്തിൻ്റെ അടിമയാണെന്ന് അറിയത്തില്ല. പക്ഷേ യേശു പറയുന്നു, നിങ്ങൾ സ്വതന്ത്രരാകണം. നിങ്ങൾ സ്വതന്ത്രരാകണമെങ്കിൽ നിങ്ങൾ സത്യം അറിയണം. നിങ്ങൾ സത്യം അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായിത്തീരണം. അപ്പം അതിൻ്റെ അർത്ഥം വി ആർ ഇൻ ഇഗ്നറൻസ്. നമുക്ക് അജ്ഞതയാണ്, അറിവില്ല, അന്ധതയാണ്. ആ അന്ധതയിൽ നിന്നൊരു മോചനം. കാരണം ഈ അജ്ഞത നമ്മളെ നശിപ്പിക്കുമെന്നാണ് ഓസിയായുടെ പുസ്തകത്തിൽ 4-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കാം. ഈ അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു. അപ്പം അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിപ്പിക്കുന്നു. അപ്പം ഈ അജ്ഞത മാറണമെങ്കിൽ നിങ്ങൾ സത്യം അറിയണം. അപ്പം എന്താണ് സത്യം? യോഹന്നാൻ 17 പറയുന്നു, നിൻ്റെ വചനമാണല്ലോ സത്യം. ബൈബിളിലുള്ള കർത്താവിൻ്റെ വചനമാണ് സത്യം. ഈ സത്യം ഞാൻ വായിക്കുന്നില്ല, കേൾക്കുന്നില്ല, ധ്യാനിക്കുന്നില്ല, ജീവിക്കുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ സത്യം അറിയും? വേറൊരു കൊട്ടേഷൻ കൂടെ പറഞ്ഞാൽ സങ്കീർത്തനം 119-ന്റെ 160-ാമത്തെ വാക്യം.
അങ്ങയുടെ വചനത്തിന്റെ സാരാംശം സത്യം തന്നെയാണ്. അങ്ങയുടെ വചനത്തിന്റെ സാരാംശം സത്യം തന്നെയാണ്. 2 സാമ്യവേൽ 7:28. ദൈവമായ കർത്താവേ, അങ്ങ് തന്നെ ദൈവം, അങ്ങയുടെ വചനം സത്യം. ഈ നല്ല കാര്യം അടിയനോട് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ആമേൻ. അപ്പോൾ കണ്ടോ, ഞാനിപ്പോൾ 3 കൊട്ടേഷൻ കാണിച്ചു തന്നു. ദൈവത്തിൻ്റെ വചനമാണ് സത്യം. ഈ സത്യം എന്ന് പറയുന്നത് ആരാ? യേശു പറഞ്ഞു, ഞാനാണ് സത്യം, ഞാനാണ് വഴിയും സത്യവും ജീവനും. അപ്പോൾ ഈ സത്യം യേശു തന്നെയാണ്. ഈ സത്യമാണ് കന്യകാമറിയത്തിൽ നിന്നും ജഡമെടുത്ത് നമ്മുടെ മധ്യത്തിലേക്ക് പറന്നു വീണത്. ആ യേശുവാണ് പറഞ്ഞത്, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നില്ല. ആ യേശു തന്നെയാണ് പറഞ്ഞത്, താൻ അയച്ച സത്യദൈവമായ അങ്ങയെയും താൻ അയച്ച യേശുക്രിസ്തുവിനെ അറിയുക. കണ്ടോ, അറിയുക. യോഹന്നാൻ 17:3 വായിച്ച് കേൾപ്പിച്ചത്. ഏകസത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. നിത്യജീവൻ എന്ന് പറയുന്നത് ഇവിടെ ആരംഭിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. ഒരുപാട് ക്രിസ്തീയ സഭകളിലെ മനുഷ്യർ മനസ്സിലാക്കിയിരിക്കുന്നത്, മരിച്ചു കഴിഞ്ഞിട്ട് ശവപ്പെട്ടിയിലാക്കി 6 അടി മണ്ണിക്കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് വർഷങ്ങളോളം അവിടെ പോയി ആൾക്കാർ പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ കൊണ്ടുവന്നുള്ളത്, ഇങ്ങനെയുള്ള തെറ്റായ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള വിധത്തിൽ നമ്മളൊക്കെ വളർന്നു വന്നു. ഇവിടെ പറയുന്നത്, യേശു വന്നപ്പോൾ പറഞ്ഞു, ഇതാ സ്വർഗരാജ്യം വന്നിരിക്കുന്നു, നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ മധ്യത്തിലുണ്ട്. യേശു എപ്പോൾ വന്നോ അന്ന് സ്വർഗരാജ്യം ഇവിടെ ഉണ്ട്. ആ സ്വർഗരാജ്യം ഇപ്പോഴും ഉണ്ട്. പക്ഷേ എല്ലാവരിലും ആ സ്വർഗരാജ്യം ഇല്ല. ആ സ്വർഗരാജ്യം എന്നിലേക്ക് വരണമെങ്കിൽ, നിങ്ങളിലേക്ക് വരണമെങ്കിൽ, ആ സ്വർഗത്തിലെ രാജാവായ യേശുക്രിസ്തുവിനെ എൻ്റെ ഉടമസ്ഥനായിട്ട്, എൻ്റെ രാജാവായിട്ട്, എൻ്റെ കർത്താവായിട്ട് സ്വീകരിച്ചുകൊണ്ട്, അത് സ്വീകരിച്ചുവെന്ന് എനിക്ക് ബോധ്യപ്പെടണം, പിശാചിന് ബോധ്യപ്പെടണം, ദൈവത്തിന് ബോധ്യപ്പെടണം. എങ്ങനെ? വചനപ്രകാരം ജീവിക്കുമ്പം. അങ്ങനെയാകുമ്പോൾ ഞാൻ യേശുവിനെ അറിയുന്നത്. ആ യേശുവുമായിട്ടുള്ള ആ വ്യക്തിപരമായ ബന്ധമാണ് നിത്യജീവൻ. അപ്പോൾ ഇപ്പം ഞാൻ നിത്യജീവനിലാണെന്ന് ചോദിച്ചാൽ ഞാൻ നിത്യജീവനിലാണ്. ഒരേ സമയത്ത് എൻ്റെ ശരീരത്തിൽ ഞാൻ ഈ ഭൂമിയിൽ കൂടി ജീവിക്കുമ്പോൾ എൻ്റെ ആത്മീയ മനുഷ്യൻ, എൻ്റെ ആത്മാവ് ഇപ്പോൾ തന്നെ നിത്യജീവനിൽ സ്വർഗരാജ്യത്തിലുണ്ട്. അവിടുന്ന് ഞാൻ കേൾക്കുന്നത്, എൻ്റെ ആത്മാവ് കേൾക്കുന്നത് എൻ്റെ നാവ് കൊണ്ട് എൻ്റെ ശരീരത്തിലൂടെ നിങ്ങളോട് പ്രസംഗിക്കുന്നു. ഇനി ഈ ശരീരം പോയി കഴിയുമ്പം ഇപ്പം തന്നെ ഞാൻ സ്വർഗരാജ്യത്തിലാണ്. ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് കർത്താവിനടുക്കെ പോകുകയുള്ളൂ. പിന്നെ എന്തിനാ എനിക്ക് വേണ്ടി പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് പ്രാർത്ഥിക്കാനാ? നരകത്തിൽ പോകാനായിട്ടോ? ഞാനിപ്പോഴാണ് സ്വർഗത്തിലാണ് പ്രിയപ്പെട്ടവരെ. അത് മനസ്സിലാക്കാത്ത ഒത്തിരി ക്രിസ്ത്യാനികളുണ്ട്. അപ്പോൾ ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, ദ ഇഗ്നറൻസ് ഓഫ് ദ ബൈബിൾ ഈസ് ഇഗ്നറൻസ് ഓഫ് ജീസസ്. ദൈവവചനത്തെക്കുറിച്ചുള്ള അജ്ഞത യേശുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. ആ യേശു ആരാണ്? സത്യമാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വീണ്ടും പറയാണ്, യേശുവിൻ്റെ സഭ, അത് കർത്താവ് വിളിച്ചിരിക്കുന്നത് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഇവിടെ 10,000-30,000 സഭയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓരോ സഭയ്ക്ക് ഓരോ പേരിട്ടിട്ടുണ്ട്. ഞങ്ങളിപ്പം മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കവനന്റ് പീപ്പിളാണ് എന്നും പറഞ്ഞാൽ കവനന്റ് പീപ്പിൾ സഭയാണ് യഥാർത്ഥ സഭ എന്ന് ഞാൻ പറയത്തില്ല. കവനന്റ് പീപ്പിളായാലും വേറെ ഏത് സഭകൾ പേര് കൊടുത്താലും യഥാർത്ഥത്തിൽ ലോകത്തിലുള്ള പല വ്യക്തികൾ, പലര് സഭയിലാകണമെങ്കിൽ യേശുവിനെ അറിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സത്യം അറിയണം, സത്യത്തിൽ ജീവിക്കണം, യേശു വിളിച്ച വിളിയിൽ ജീവിക്കണം, യേശുവിനെ പ്രഘോഷിക്കണം, യേശുവിന് വേണ്ടി ജീവിക്കണം. ഇതാണ് സഭ. മനസ്സിലാകുന്നത് ഞാൻ വിചാരിക്കുക. അപ്പം ആ സഭയെ യേശു വിളിക്കുന്ന പേര് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്.
നമ്മൾ വിളിക്കും പല പേരൊക്കെ. ഞാൻ മറ്റേ പേരൊന്നും പറഞ്ഞില്ല, ഞാൻ ഞങ്ങളുടെ പേര് പറഞ്ഞതേ ഉള്ളൂ, കോർണർ പീപ്പിൾ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കൊക്കെ ഓരോ സഭയുടെ പേരുണ്ടോ. ഇതൊന്നും കർത്താവിൻ്റെ ആയിരിക്കണമെന്നില്ല. ഞാൻ ആകുന്ന വ്യക്തി, നിങ്ങളാകുന്ന വ്യക്തി ഈ കണ്ടീഷൻസ് പാലിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ സഭയിലുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. तू मेरी ताकत है, तू ही मेरा ईमान भंवर के बीच में। तू कहता है थम जा, तू मेरी ताकत है, तू ही मेरा ईमान। बीत कल में तू साथ मेरे था, आज भी मेरे साथ है खड़ा, आने वाले कल में भी होगा। उठते हुए तूफानों में तू ही मेरी चट्टान, बढ़ती हुई लहरों पे तेरे कदमों के निशान। उठते हुए तूफानों में मेरी चट्टान, बढ़ती हुई लहरों पे तेरे कदमों के निशान। बीमारियों में तू कहता है उठ जा यहोवा राफा, तू ही मेरी शिफा। बीमारियों में तू कहता है उठ जा यहोवा राफा, तू ही मेरी शिफा। बीत कल में तू साथ मेरे था, आज भी मेरे साथ है खड़ा, आने वाले कल में भी होगा। उठते हुए तूफानों में तू ही मेरी चट्टान, बढ़ती हुई लहरों पे तेरे कदमों के निशान। उठते हुए तूफानों में तू ही मेरी चट्टान, बढ़ती हुई लहरों पे तेरे कदमों के निशान। बीमारी देख तेरा सर झुका, मुझ पर तेरा बस न चल सका। ऐसा कोई शस्त्र ना बना जो कर सकेगा मेरा सामना। बीमारी देख तेरा सर झुका, मुझ पर तेरा बस ना चल सका। ऐसा कोई शस्त्र ना बना जो कर सकेगा मेरा सामना। उठते हुए तूफानों में तू ही मेरी चट्टान, बढ़ती हुई लहरों पे तेरे कदमों के निशान।
கூட்டத்தில் எழும்பி வரும் புயல்களிலே நீரே என் தன் கண்மலை கண்மலை பொங்கி வரும் அலைகள் மேலே உன் பாதத்தின் சுவடுகளே எழும்பி வரும் புயல்களிலே கண்மலை கண்மலை பொங்கி வரும் அலைகள் மேலே உம் பாதத்தின் சுவடுகளே எழும்பி வரும் புயல்களிலே கண்மலை பொங்கி வரும் அலைகள் மேலே பாதத்தின் சுவ